Hello, my name is Shruti and welcome back to our channel Amaze Academy for Civil Engineering. So, നമ്മുടെ എക്സാംസ് ഒക്കെ വരെയാണ് മെയ് 6th നമ്മുടെ ഓവർസിയർ എക്സാംസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്വിക്ക് റിവിഷൻ സീരീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്ത് സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. സോ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം പോയിന്റ്സ് ഫസ്റ്റ് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, IS കോഡ് പ്രാക്ടീസ് ഫോർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത് IS 696/1972 ആണ്, ഓർത്ത് വയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഒരുപാട് IS കോഡ്സ് പഠിക്കാനുണ്ടാവും. സോ ഇറ്റ് വുഡ് ബി ബെറ്റർ നിങ്ങൾ IS കോഡ്സ് എല്ലാം സെപ്പറേറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. സോ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും ഈസി ആയിരിക്കും. ഡ്രോയിങ് പേപ്പറിൻ്റെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് √2:1 ആണ്. സർഫസ് ഏരിയ ഓഫ് A0 സൈസ് എന്ന് പറയുന്നത് 1 m², A1 സൈസിൻ്റെ സർഫസ് ഏരിയ ഈസ് 0.5 m² ആണ്. ഡ്രോയിങ് ഷീറ്റിൻ്റെ ഫോൾഡഡ് സൈസ് എന്ന് പറയുന്നത് A4 ആണ്. നമ്മുടെ ഡ്രോയിങ് ബോർഡിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1:8 ആണ്. ഡ്രോയിങ് ബോർഡിൻ്റെ വർക്കിംഗ് എഡ്ജ് ഇസ് ആൻ എബണി എഡ്ജ്. ഇനി നമ്മൾ T² സ്ലൈഡ് ചെയ്യുന്ന ഡ്രോയിങ് ബോർഡിൻ്റെ എഡ്ജിനെയാണ് നമ്മൾ അതിൻ്റെ വർക്കിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ ഡ്രോയിങ് ബോർഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പൈൻ വുഡ്. ഓക്കെ, അടുത്തത് ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിംഡ് സൈസും അൺട്രിംഡ് സൈസും പഠിക്കുക, യൂണിറ്റും ഓർത്തു വയ്ക്കാം. A0 ഷീറ്റിൻ്റെ സൈസ് മാത്രം ഓർത്തു വെച്ചാലും നിങ്ങൾക്ക് ബാക്കിയെല്ലാം എഴുതാൻ പറ്റും. ഓക്കെ, സോ A0 ഷീറ്റിൻ്റെ ട്രിംഡ് സൈസ് എന്ന് പറയുന്നത് 841/1189 in mm ആണ്. അൺട്രിംഡ് സൈസ് എന്ന് പറയുന്നത് 880/1230 mm ആണ്. സോ ഇത് മാത്രം ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ബാക്കി എഴുതാൻ പറ്റും. ബിക്കോസ് A1ൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് A0യുടെ വിഡ്ത്ത് ആയിരിക്കും. സോ 841 അതേപോലെ വരും. ആൻഡ് A1ൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് A0ൻ്റെ ലെങ്ത്തിൻ്റെ ഹാഫ് ആയിരിക്കും. 1189ൻ്റെ ഹാഫ് 594 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ബാക്കിയുള്ള വാല്യൂസും എഴുതാൻ പറ്റും. സോ ഇതൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ ഡ്രോയിങ് ബോർഡിൻ്റെ സൈസാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് പെർ IS നമ്മുടെ ഡ്രോയിങ് ബോർഡ്സിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് D0, D1, D2, D3 ആണ്. BIS ദാറ്റ് ഇസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് B0, B1, B2, B3 ആണ്. ആൻഡ് സൈസ് ഓർത്ത് വയ്ക്കുക, യൂണിറ്റ് ഓർത്ത് വയ്ക്കുക, ലെങ്ത് ബൈ വിഡ്ത്ത് ബൈ തിക്നെസ് ആൻഡ് കറസ്പോണ്ടിങ് ഡ്രോയിങ് ഷീറ്റ്സ് ടു ബി യൂസ്ഡും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വിക്ക് റിവിഷൻ സീരീസിൻ്റെ നോട്ട്സ് നിങ്ങളുടെ ഓവർസിയർ ടെസ്റ്റ് സീരീസിൻ്റെ കൂടെ നമ്മുടെ അമേസ് അക്കാഡമി ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു നോട്ട്സ് കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ അമേസ് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് T². ഓൾസോ സെറ്റ്² ഗൈഡ് ചെയ്ത് നമുക്ക് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ലൈൻസ് വരയ്ക്കാനും T² യൂസ് ചെയ്യും. 2 പാർട്സ് ആണുള്ളത്. ലോങ്ങർ സ്ട്രിപ്പിന് നമ്മൾ ബ്ലേഡ് എന്ന് പറയും, ഷോർട്ടർ സ്ട്രിപ്പിന് ഹെഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയും. വർക്കിംഗ് എഡ്ജ് ഓഫ് T² ഇസ് ബെവൽഡ്. പാരലൽ ലൈൻസും പെർപെൻഡിക്കുലർ ലൈൻസും ആൻഡ് മേ ബി സം ആംഗുലാർ ലൈൻസും വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മുടെ സെറ്റ് സ്ക്വയേഴ്സ്. 45 ഡിഗ്രി സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ട്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററും 30-60 ഡിഗ്രി സെറ്റ് സ്ക്വയേഴ്സ് അതിൻ്റെ ലെങ്ത് 25 സെൻറ്റിമീറ്റർ ആണ്. ആംഗിൾസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പ്രൊട്രാക്ടർ. ആൻഡ് സെറ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് കിട്ടാത്ത ആംഗിൾസിനെ സെറ്റ് ഔട്ട് ചെയ്യാനും പ്രൊട്രാക്ടേഴ്സ് യൂസ് ചെയ്യും. 2 ഉണ്ട്. 0 to 180 ഡിഗ്രി സെമി സർക്കുലർ പ്രൊട്രാക്ടറും ഉണ്ട്. 0 to 360 ഡിഗ്രി സർക്കുലർ പ്രൊട്രാക്ടേഴ്സും ഉണ്ട്. ലീസ്റ്റ് കൗണ്ട് ഓഫ് എ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത് 1 ഡിഗ്രി ആണ്. സർക്കിൾസ് അല്ലെങ്കിൽ ആർക്സ് ഓഫ് സർക്കിൾസ് വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കോമ്പസ്. 200 mm റേഡിയസ് വരെയുള്ള സർക്കിൾസ് വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ലാർജ് ബൗ കോമ്പസ് ആണ്. 25 mm റേഡിയസ് വരെയുള്ള സർക്കിൾസ് വരയ്ക്കാൻ സ്പ്രിംഗ് ബൗ കോമ്പസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വെരി സ്മോൾ റേഡിയസ് ഉള്ള സർക്കിൾസ് വരയ്ക്കാൻ ഡ്രോപ്പ് സ്പ്രിംഗ് ബൗ കോമ്പസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി 200 mm റേഡിയസിനെക്കാട്ടി കൂടുതലുള്ള സർക്കിൾസ് വരയ്ക്കാനായിട്ട് നമ്മൾ ലാർജ് കോമ്പസിൻ്റെ കൂടെ ലെങ്തനിങ് ബാർ കൂടെ യൂസ് ചെയ്യും. ഓക്കെ, കർവ്ഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസിന് എനി നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഡിവൈഡേഴ്സ്. ഡയമെൻഷന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും നമ്മൾ ഡിവൈഡേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സ്കെയിലിൽ നിന്ന് ഡ്രോയിങ്ങിലോട്ട് ഡയമെൻഷൻസ് സെറ്റ് ഔട്ട് ചെയ്യാനും നമ്മൾ ഡിവൈഡേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. 25 mm റേഡിയസ് വരെയുള്ള ഡയമെൻഷൻസിന് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ബോ ഡിവൈഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് 25 mm കൂടുതലുള്ള ഡയമെൻഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ ലാർജ് ഡിവൈഡേഴ്സ് യൂസ് ചെയ്യും. ന്യൂമറിക്കൽ വാല്യൂസിൽ നിന്ന് കൺവേർട്ട് ചെയ്യാതെ ഒരു ഡ്രോയിങ്ങിനെ റെഡ്യൂസ് ചെയ്തോ എൻലാർജ് ചെയ്തോ വരയ്ക്കാനായിട്ട് നമ്മൾ പ്രൊപ്പോർഷണൽ ഡിവൈഡേഴ്സും യൂസ് ചെയ്യും. ഓക്കെ,
ക്രോസ് സെക്ഷൻ ഓഫ് പെൻസിൽസ് ഹെക്സഗൺ ആണ്. 18 ഗ്രേഡ്സ് ഓഫ് പെൻസിൽസ് ഉണ്ട്. ഹെഡ് സ്റ്റാൻഡ്സ് ഫോർ ഹാർഡ്നെസ് ആൻഡ് ബി സ്റ്റാൻഡ്സ് ഫോർ ബ്ലാക്ക്നെസ്. ഹാർഡസ്റ്റ് ഗ്രേഡ് ഓഫ് പെൻസിൽ എന്ന് പറയുന്നത് 9H ആണ്. സോഫ്റ്റസ്റ്റ് ഗ്രേഡ് ഓഫ് പെൻസിൽ 7B. ഇനി വുഡൻ പെൻസിലിൻ്റെ ടിപ്പിലുള്ള ആ ലെഡ് 10 mm വരെ എക്സ്പോഷർ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. വുഡൻ പെൻസിൽസ് നമുക്ക് ഷാർപ്പൻ ചെയ്യാനായിട്ട് പല രീതിയുണ്ട് ആൻഡ് ഓരോ രീതിക്കും അതിൻ്റേതായ പർപ്പസ് ഉണ്ട്. ഷെയ്ഡിംഗ് പർപ്പസിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സിലിണ്ട്രിക്കൽ പോയിന്റ് ആണ്. ഫ്രീ ഹാൻഡ് സ്കെച്ചസിനും ലെറ്ററിങ്ങിനും ഡയമെൻഷൻസിനും നമ്മൾ കോണിക്കൽ പോയിന്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ ചിസൽ അല്ലെങ്കിൽ വെഡ്ജ് പോയിന്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് ആൻഡ് കോമ്പസ് ഡ്രോയിങ്ങിന് ബെവൽ പോയിന്റ് ആണ്. സ്കെച്ചിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പെൻസിൽ HB ആണ്. ഔട്ട്ലൈൻസ്, വിസിബിൾ ലൈൻസ്, ഫിനിഷിംഗ്, ഡയമെൻഷൻസ്, ലെറ്ററിംഗ്, ആരോസ് ആൻഡ് കോമ്പസ് ഡ്രോയിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ H ആണ്. ആൻഡ് കൺസ്ട്രക്ഷൻ ലൈൻസ്, ഡയമെൻഷൻ ലൈൻസ്, സെൻറ്റർ ലൈൻസ്, സെക്ഷൻ ലൈൻസ് ഇതെല്ലാം ലൈറ്റ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. സോ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പെൻസിൽ 2H ആണ്. ഇനി അൺനെസസറി ആയിട്ടുള്ള പെൻസിൽ മാർക്സ് അല്ലെങ്കിൽ ഇങ്ക് ഇറേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇറേസേഴ്സ് ആണ്. ഒരു പെർട്ടിക്കുലർ സ്പോട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലൈൻ ആണ് നമുക്ക് ഇറേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇറേസിങ് ഷീൽഡ് യൂസ് ചെയ്യും. പെൻസിൽസ് ഷാർപ്പൻ ചെയ്യാനായിട്ട് നമ്മൾ സാൻഡ് പേപ്പേഴ്സ് യൂസ് ചെയ്യും. സർക്കിൾസ്, ആർക്സ്, എലിപ്സ്, ട്രയാങ്കിൾസ്, പോളിഗൺസ് പോലുള്ള ഷേപ്സ് കട്ട് ഔട്ട് ചെയ്തിട്ടുള്ള തിൻ ഫ്ലാറ്റ് പീസ് ഓഫ് സെല്ലുലോയിഡിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ലെറ്റേഴ്സ് ആൻഡ് ന്യൂമറൽസ് കട്ട് ഔട്ട് ചെയ്തിട്ടുള്ള തിൻ ഫ്ലാറ്റ് പീസ് ഓഫ് സെല്ലുലോയിഡിനെ സ്റ്റെൻസിൽ എന്ന് പറയും. ഇറഗുലർ കർവ്സ് വരയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഫ്രഞ്ച് കർവ് ആൻഡ് ഏത് ഷേപ്പ് വരയ്ക്കാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഫ്ലെക്സിബിൾ കർവ്സ്. ഇങ്കിങ് പെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാനാണ്. ആൻഡ് miniature version of drafting machine which serves the functions of a T-square, set square, protractor and scale is called as a mini drafter. So that's for today and thank you for watching. So നമ്മൾ maximum points നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കിട്ടുന്ന അഡീഷണൽ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ആഡ് ചെയ്ത് ഷോർട്ട് നോട്ട്സ് ആയിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ടൈം ആകുമ്പോൾ റിവിഷന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് അടുത്ത സെഷനിൽ വീണ്ടും കാണാം.